എല്ലാവർക്കും നമസ്കാരം. ഭൂതത്തിന്റെ കഥ അറിയുമോ? അതാ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എല്ലാ വർഷവും വിളവെടുപ്പിന് ഭൂതം ഓരോരോ വീടുകളിൽ പോവും. കാതില് പിച്ചളത്തോട, കഴുത്തില് മാല, തിളങ്ങുന്ന വെള്ള ഉടുപ്പ്, കിരീടം. ഭൂതത്തിനെ കാണാൻ നല്ല ചേല. പക്ഷെ പണ്ട് ഈ ഭൂതം അത്ര പാവൊന്നും അല്ലായിരുന്നു. ആൾക്കൊന്നും അത്ര ഇഷ്ടവും അല്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ? അവരുടെ നാട്ടിലെ കുന്നിൻ ചെരുവിലെ ഗുഹയിലാണ് ഭൂതം താമസിക്കുന്നത്. ആ ഗുഹയിലെ കല്ലുകളുടെ ഇടയിലൂടെ വഴിയിലൂടെ പോകുന്നവരെ ഓരോരുത്തരെ നോക്കിയിരിക്കല ഭൂതത്തിന്റെ പണി. കുന്നിന്റെ മുകളിൽ മേയാൻ വരുന്ന പശുവിന്റെ പാല് കട്ട് കുടിക്കുക, വീട്ടിലേക്ക് പോകുന്നതിന് വഴി തെറ്റിക്കുക, ഇതൊക്കെയാണ് ഭൂതത്തിന്റെ സമയം പോവാനുള്ള വഴികൾ. അവസാനം അവരുടെ ഇന്ന് വെറ്റില മുറുക്കാൻ കിട്ടിയാലേ ശരിയായ വഴിയിലെത്തിക്കൂ. അത് മുറുക്കി ചുവപ്പിച്ച് അപ്പത്തെ തെറ്റിച്ചെടികളിലേക്ക് നീട്ടി തുപ്പും. അങ്ങനെയാണിത്രേ തെച്ചിപ്പൂക്കളൊക്കെ ഇങ്ങനെ ചുവന്നു പോയത്. പക്ഷെ ഇപ്പൊ ഭൂതം പാവ. അതെന്താണെന്നറിയുവോ? അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പുഴവക്കത്ത് വലിയൊരു വീടുണ്ടായിരുന്നു. അവിടെ നങ്ങേലി അമ്മ എന്ന് പറഞ്ഞൊരു അമ്മയുണ്ട്. ആ അമ്മയ്ക്കൊരു ഉണ്ണിയുണ്ട്, മിടുക്കൻ കുട്ടി. ഒരു ദിവസം അമ്മ ഉണ്ണീനെ പഠിക്കാൻ വിട്ടു. പണ്ട് കാലത്തൊക്കെ കുട്ടികൾ നടന്നിട്ടാണ് സ്കൂളിൽ പോവാ. അങ്ങനെ ഉണ്ണി നടന്ന് ആ ഭൂതത്തിന്റെ പാറയിന്റെ മുകളിലെത്തി. ഉണ്ണി ഇങ്ങനെ കാഴ്ചകൾ കണ്ടുവിടെ നിൽക്കുമായിരുന്നേ. അപ്പൊ ഭൂതം ഇത് കണ്ടു. ഭൂതം വിചാരിച്ചു, ഹായ്, നല്ല ഉണ്ണി, ഈ ഉണ്ണീനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. അങ്ങനെ ഭൂതം വിചാരിച്ചു ഉണ്ണീനെ പോയി എടുക്കാന്ന്. ഭൂതത്തിന്റെ വേഷത്തിൽ പോയാ ഉണ്ണി പേടിക്കില്ലേ? അങ്ങനെ ഭൂതം ഒരു പെണ്ണിന്റെ വേഷം കെട്ടി ഉണ്ണീനെ കൂട്ടിക്കൊണ്ടുപോയി. വൈകുന്നേരമായിട്ടും ഉണ്ണീനെ കാണാതെ അമ്മ തിരിഞ്ഞിറങ്ങി. നടുനീളെ ഉണ്ണീന്ന് വിളിച്ചിട്ട് നടന്നു. അമ്മേന്റെ കൂടെ കാട്ടിലെ കിളികളും തോട്ടിലെ മീനും സങ്കടപ്പെട്ടു. അമ്മേന്റെ വിളി ഭൂതവും കേട്ടു. അമ്മേനെ പേടിപ്പിക്കാൻ വേണ്ടി ഭൂതം കാറ്റായി വന്നു. അമ്മ മരം പോലെ നിന്നു. പിന്നെ ഭൂതം തീയായി വന്നു. അമ്മ കണ്ണുനീര് കൊണ്ട് തീ കെടുത്തി കളഞ്ഞു. നരിയായി പുലിയായി ഭൂതം വന്നു. അമ്മ പേടിച്ചില്ല. അമ്മ പറഞ്ഞു, എന്റെ ഉണ്ണീനെ ഇങ്ങോട്ട് തരൂ ഭൂതമേന്ന്. അപ്പൊ ഭൂതം കുറെ സ്വർണവും പണവും കാണിച്ചിട്ട് പറഞ്ഞു, ദത്തൊക്കെ എടുത്തിട്ട് ഉണ്ണി എനിക്ക് തരൂന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, ഇതൊന്നും വേണ്ട, ഉണ്ണീനെ മാത്രം മതി എന്ന് പറഞ്ഞ് സ്വന്തം കണ്ണ് പറിച്ച് ഭൂതത്തിന് കൊടുത്തു. അങ്ങനെ അമ്മേനെ പറ്റിക്കാൻ വേണ്ടി ഭൂതം പൂ കൊണ്ടൊരു ഉണ്ണീനെ ഉണ്ടാക്കി കൊടുത്തു. അമ്മേനെ പറ്റിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ പറഞ്ഞു, ഇതൊന്നുമല്ല എൻ്റെ ഉണ്ണി, എനിക്ക് എൻ്റെ ഉണ്ണീനെ മാത്രം മതിയെന്ന്. അവസാനം അമ്മേന്റെ സ്നേഹത്തിന് മുന്നിൽ ഭൂതം തോറ്റു. ഉണ്ണീനെ അമ്മയ്ക്ക് കൊടുത്തു. ഉണ്ണീനെ ഇഷ്ടമായതുകൊണ്ടല്ലേ ഭൂതം ഉണ്ണീനെ കൊണ്ടുപോയത്. അപ്പൊ അമ്മയ്ക്ക് പാവം തോന്നി. അമ്മ പറഞ്ഞു, എല്ലാ വർഷവും നെല്ല് കൊയ്ത്തുമ്പോ ഭൂതം വീട്ടിൽ വന്നോളൂ, എന്നിട്ട് ഉണ്ണീനെ കണ്ടോളൂന്ന്. അമ്മയും ഉണ്ണിയും വീട്ടിലേക്ക് പോയി. ഭൂതം പക്ഷേ ഉണ്ണീന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കാൻ മറന്നുപോയി. അമ്മയാണെങ്കിൽ ഒട്ടും പറഞ്ഞൂല്ല. അവസാനം ഭൂതം എല്ലാ വർഷവും നെല്ല് കൊയ്ത്ത് കഴിയുമ്പോൾ ഓരോരോ വീടുകളിൽ പോയി അന്വേഷിക്കും, ഉണ്ണി ഉണ്ടോ, ഇത് ഉണ്ണീന്റെ വീടാണോ. എന്നിട്ട് എപ്പോഴെങ്കിലും ഭൂതത്തിന് ഉണ്ണീനെ കിട്ടിയോ? ആർക്കറിയാം. നന്ദി.